ഒന്നാം സങ്കീർത്തനം, Psalms 1. വാക്യപ്രതിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇടിപ്പിടത്തിൽ ഇരിക്കാതെയും അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അടുത്ത രണ്ട് വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്റെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. അതുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കും. നല്ല രാവിലെ സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്ററൊക്കെ യാത്രയിലായിരിക്കുന്നു. പാസ്റ്ററൊക്കെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പേരൻറ് സിസ്റ്റർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ദൈവം അവരെയൊക്കെ സൂക്ഷിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെല്ലാം കഴിഞ്ഞ ഒരു ദിവസങ്ങളെല്ലാം ദൈവം നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ അകപ്പെട്ടപ്പോൾ അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ വിടുവിച്ച ദൈവത്തിൻ്റെ വിശ്വസ്ത ഓർത്തി പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ പരിപാലനം, നമ്മൾ ദൈവത്തിൻ്റെ പരിപാലനം അറിയണമെങ്കിൽ നമ്മൾ ചില കഷ്ടങ്ങളിലും പ്രയാസങ്ങളിലൊക്കെ ആയെങ്കിലേ നമുക്ക് അറിയുവാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. പലരും ഭവനങ്ങളില്ലാതെ, മക്കളെ നഷ്ടപ്പെട്ട്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അനേകർ ദുഃഖത്തിലും പ്രയാസത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും. നമ്മുടെ ചുറ്റുപാടൊക്കെ ആയിരിക്കും. വീണ്ടും ദൈവം നമ്മളെ പരിപാലിക്കേണ്ടതിന് ഈ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ സങ്കീർത്തനം, ഒന്നാം സങ്കീർത്തനം, ഇറ്റ്സ് ആൻ ഇൻട്രൊഡക്ഷൻ ടു ദ സാംസ്. ഇറ്റ്സ് എ ഗേറ്റ്വേ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ഈ സങ്കീർത്തനം നമ്മൾ വേദോസം വായിക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ ഒന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കണം. ഇത് വേദോസം എങ്ങനെ വായിക്കണം, എന്തിനു വായിക്കണം, എവിടെ വായിക്കണം എന്നെല്ലാം ഈ ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളാണ്. നമ്മളിത് കാണാതൊക്കെ പഠിച്ച് മാർഗം വാങ്ങിക്കാനും ഒക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പക്ഷേ സങ്കീർത്തനക്കാരൻ പറയുന്നത് രാപ്പകൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ നമ്മൾ സന്തോഷിക്കണം, എന്നെ ധ്യാനിക്കണം. ഇഫ് യു ജസ്റ്റ് റീഡ് ബൈബിൾ വി ഗെറ്റ് സം നോളജ്. നമുക്ക് ചില അറിവുകളൊക്കെ ലഭിക്കും. നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും ഇന്ന് അനേകം ഡിയാഴ്സും പിയാഴ്സും തിയോളജിൻസും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ദൈവവചനം ഒന്നും നമ്മളെ ജീവിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താൽ ഇത് നമുക്ക് വിസ്ഡം നൽകിത്തരും. പക്ഷേ ഈ ദൈവവചനത്തെ നമ്മൾ ഭക്ഷിച്ചാൽ അത് ജീവനായിട്ട് മാറും. ദൈവവചനത്തെ നമ്മൾ കണ്ടെത്തി ഭക്ഷിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഈ പകൽക്കാലം. പക്ഷെ ഇതൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ വളരെ തിക്കിലും തിരക്കിലുമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ദൈവസഭയും ജനമെല്ലാം ഇന്ന് ലോകത്തിലാണ് ആയിരിക്കുന്നത്. ലോകവുമായിട്ടൊരു കോംപ്രമൈസാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവസഭ ഇന്ന് ലോകത്തിലാണ്. ദൈവം നമ്മളോട് പറയുന്നത് വേർപെട്ടിരിക്കാനാണ് പറയുന്നത്. വേൾഡും കൂടെ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ. ആരാ മുമ്പിൽ പോകുന്നത്? വേൾഡ് അതിവേഗം പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളും വേൾഡിനെ പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ഓടുന്നത്. പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ എങ്ങനെ എനിക്ക് പിടിക്കുവാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഈ പകൽക്കാലം ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കുമോ? ദുഷ്ടന്മാരെയും ലോകത്തെല്ലാം ദൈവം നശിപ്പിക്കും. നമ്മൾ ലോകത്തിലാണെങ്കിൽ നമ്മളും അതോടുകൂടെ നശിക്കപ്പെടും. പക്ഷെ നാം ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് നിത്യജീവന് നമ്മൾ അവകാശികളായി തീരും. ഈ ഉപദേശങ്ങളും പഠനങ്ങളും എല്ലാം ലോകത്തിൻ്റെ ഒരു തിരക്കിലാണ് നമ്മളെ കാണിക്കുന്നത്. ടെക്നോളജി ഇല്ലെങ്കിൽ ഇന്നിവിടെ ആരാധന നടക്കത്തില്ല. കറണ്ട് ഇല്ലെങ്കിൽ we have the power of electricity. That's what we are worshipping now. We are in the presence of power, electricity. ടെക്നോളജിയുടെയും IT-യുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ എല്ലാം ബലത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ഇതൊരു നിമിഷമില്ലാതായാൽ ഇന്ന് നമ്മൾ ഡിസ്മിസ് ചെയ്യും ഈ ആരാധന. ഇപ്പോൾ ചിന്തിച്ചു നോക്കി. We need the power of Holy Spirit to worship the Lord. നമുക്ക് കറണ്ട് ഇല്ലെങ്കിലും പവർ ഇല്ലെങ്കിലും വെള്ളമില്ലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അതിനാൽ നമ്മൾ നിറയപ്പെടണം ഈ പകൽക്കാലം. സത്യത്തിലും ആത്മാവിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ
അബ്രഹാമിന് അവിടെ ദൈവം പറയുന്നുണ്ട് ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ. അബ്രഹാം അതിരാവിലെ എണീറ്റ് യാഗം കഴിക്കാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പം തൻ്റെ ബാല്യക്കാരോടും കഴുതയോടും എല്ലാം പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിന്നാൽ മതി, നിങ്ങൾ ആരാധിക്കാൻ കടന്നു വരേണ്ട ആവശ്യമില്ല, ഞാനും ബാലനും കൂടെ പോയി ആരാധന കഴിക്കാം. ആരാധന എല്ലാവർക്കും ഉള്ളതല്ല. ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവശബ്ദം അനുസരിക്കുകയും ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കുകയും ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ദൈവമക്കളായി ജീവിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാൽ മതിയെന്നാണ് നമ്മളെ കാണിക്കുന്നത്. കഴുതയ്ക്കും ബാല്യക്കാർക്കൊന്നും ദൈവസന്നിധിയിൽ പ്രവേശനമില്ല. നമ്മൾ വളരെ ഗൗരവത്തോടെ ഈ പകൽക്കാലം നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ കാണുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇടപെടൽ ഇരിക്കാതെയും. ഇവിടെ നാം വായിക്കുന്നത് നടക്കാൻ പറ്റത്തില്ല, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ എന്തോ ചെയ്യും? നമുക്ക് വളരെ ലിമിറ്റഡ് ആക്ടിവിറ്റിയേ നമുക്കുള്ളൂ. നമുക്ക് വേണേൽ ഓടാം. പൗലോസ് പറയുന്നത് ഞാൻ ഓട്ടക്കളത്തിൽ ഓടുക. എങ്ങും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ നിന്നാൽ ലോകം നമ്മളെ പിടിക്കും. എയ്തർ ദ വേൾഡ് വിൽ പുൾ us down or push us forward. തെള്ളിയിടും. ഒന്നീ നമ്മളെ പുറമോട്ട് പിടിച്ച് വലിക്കും, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുമെന്ന് നമ്മളെ തെള്ളിയിടും. ഈ രണ്ടിലൊന്ന് ലോകം നമ്മളെ ചെയ്യും, ചതിക്കും നമ്മളെ. ഇന്ന് നമുക്കറിയാം ഇതൊക്കെ വളരെ വേഗം അതിവേഗം ഇതെല്ലാം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഇതെല്ലാം ലോകം വളരെ വേഗം പോയിക്കൊണ്ടിരിക്കുക. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. കഴിഞ്ഞൊരു ദിവസം ഈ ഒരു പുരോഹിതൻ, കേരളത്തിൽ ഒരു പുരോഹിതൻ തൻ്റെ കൂട്ടുകാരനെ 10-30 വർഷത്തിന് ശേഷം കണ്ടു. 30-40 വർഷത്തിന് അവർ പ്രൈമറി സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. അവസാനം പരിചയപ്പെട്ടപ്പോൾ അവർ 1 മുതൽ 1st സ്റ്റാൻഡേർഡ് to 4th സ്റ്റാൻഡേർഡ് ദേ സ്റ്റഡി ടുഗദർ. അപ്പം നിന്നെ ചർച്ചിലൊന്നും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഇപ്പം ഞങ്ങൾക്ക് ഈ ദൈവത്തെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ചർച്ചിലൊന്നും പോകാറില്ല. ഐ ഹാവ് എ ഗുഡ് വൈഫ്, ഐ ഹാവ് എ ക്യൂട്ട് ലിറ്റിൽ കിഡ്സ് ആൻഡ് ഐ ആം ലിവിങ് ഇൻ എ യൂറോപ്യൻ കൺട്രി. Happy index is 100 over there. You are living in Kerala. There is no happiness there. We are living in a happy place where the happiness index is 100. Okay, then അവർ തീരുമാനിച്ച അടുത്തൊരു ദിവസം അവർക്കൊരു ഫാമിലി മീറ്റ് ചെയ്യാമെന്ന് ഇങ്ങനെ തീരുമാനിച്ചൊരു സൺഡേ ആരാധന കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് അച്ഛൻ പോയി. മറ്റേ ആളും തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അടുത്ത ഞായറാഴ്ചയായി. ഇപ്പം ഞായറാഴ്ച 4 മണിക്ക് അവരുടെ അപ്പോയിൻമെൻറ്റ് ടൈം. 2 മണിയായപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ വിളിച്ച് പറഞ്ഞു, അച്ഛാ ആശുപത്രിയിലോട്ട് വന്നാൽ മതി, അങ്ങേരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്, വർത്തമാനം പറയാൻ പറ്റുമോ, ഇനിയും തിരിച്ച് ഹാപ്പിനെസ് ഇൻഡെക്സിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, കണ്ടീഷൻ വളരെ വേഴ്സായിരിക്കുന്നെന്ന് പറഞ്ഞു. അച്ഛൻ ചെന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തെ സൗഖ്യമാക്കാനൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതായിട്ടാണ് ഞാൻ കേട്ടത്. ലോകത്തിൻ്റെ അവസ്ഥ ഇതേ ഉള്ളൂ. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പ്രമാണിച്ചില്ലെങ്കിൽ either we ended up in hospital or in prison. ലോകത്തിന് ഇത് 2 കാര്യങ്ങളെ നമുക്ക് തുറന്നു തരുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവവചനം, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ദൈവം നമുക്ക് ഒരു നിത്യജീവൻ, സകല സന്തോഷവും നിറഞ്ഞ നിത്യജീവനിലേക്കാണ് ദൈവം നമ്മളെ ഈ പകൽക്കാലം വിളിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പാപികളുടെ വഴിയിൽ നിൽക്കാതെ, ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇടപെടുത്തി ഇരിക്കാതെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നമുക്ക് അധികം ഇരിക്കാനും നിൽക്കാനും ഒന്നും സ്ഥലമില്ല. നമ്മൾ വേദവസ്തം നോക്കുമ്പം നമുക്കറിയാം വിശ്വാസത്തിൽ നടക്കണമെന്നാണ് 2 കൊരിന്ത്യർ 5:7, 2 Corinthians 5:7 പറയുന്നത്. വോക്ക് ഇൻ ഫെയ്ത്ത്. നമ്മൾ വിശ്വാസത്തിൽ നടക്കണം. നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വേദവസ്തം വായിക്കുമ്പോൾ ദൈവിക പ്രമാണങ്ങളെ നമ്മൾ അനുസരിക്കുവാൻ, വിശ്വസിക്കുവാൻ നമ്മൾ തയ്യാറാകണം. പിന്നെ നമ്മൾ വായിക്കുന്നത് Romans 6:4 പറയുന്നത് ദൈവത്തിൻ്റെ പുതുക്കത്തിൽ, വോക്ക് ഇൻ ന്യൂനെസ് ഓഫ് ലൈഫ്, ജീവൻ്റെ പുതുക്കത്തിൽ നാം നടക്കണം. കൊലോസ്യർ 4:5 നമ്മൾ വായിക്കുന്നത് വോക്ക് ഇൻ വിസ്ഡം, ദൈവീക പരിജ്ഞാനത്തിൽ നാം വസിക്കണം. ദൈവീക പരിജ്ഞാനത്തിൽ നാം വസിക്കണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. വീണ്ടും നമ്മൾ വായിക്കുന്നത് മെഖ 6:8 പറയുന്നത് വോക്ക് ഹംബ്ലി വിത്ത് ഗോഡ്, ദൈവത്തോടു കൂടെ നമ്മൾ താഴ്മയായിട്ട് നടക്കണമെന്നാണ് നമ്മളെ ദൈവവചനം ആഹ്വാനം ചെയ്യുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുന്നെങ്കിലും നമുക്ക് ദൈവവചനവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നില്ലെങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ഈ പകൽക്കാലം ഈ ദൈവവചനം ഏറ്റെടുക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം.
ദൈവവചനത്തെ നമ്മൾ ഇടപെടാതെ നമ്മൾ ധ്യാനിക്കണം. അടുത്ത സങ്കീർത്തന വാക്യം പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. നമ്മളിവിടെ ഇരിക്കുന്നവരൊക്കെ ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നു. നമുക്ക് ജോലി ചെയ്യാൻ വലിയ താല്പര്യമില്ലെങ്കിലും നമ്മൾ 8 മണിക്കൂർ ജോലി ചെയ്യുന്നവരാണ്. ജോലി ചെയ്തില്ലെങ്കിൽ നമ്മൾ മാനസികമായിട്ടൊക്കെ നമ്മൾ തകർന്നു പോകും. പക്ഷേ ദൈവവചനത്തിന് നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കണം. സങ്കീർത്തനമൊക്കെ കാണാൻ പഠിച്ച് മാർഗം വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും അല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവവചനത്തെ നമ്മൾ ഇടപെടാതെ ധ്യാനിക്കണം. ദൈവവചനം പറയുന്നത് നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്തെങ്കിലേ നമുക്ക് കഴിയത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ ആലയം പ്രാർത്ഥനാലയവും പ്രസംഗാലയവും സംഗീതാലയവും ഒക്കെ ആണെന്ന്. യേശു പതിവായിട്ട് ദേവാലയത്തിൽ പോകുമായിരുന്നു. ദേവാലയത്തിൽ പോയി തൻ തിരുവെഴുത്തുകളെ ആധാരമാക്കി തിരുവെഴുത്ത് വായിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിട്ട് ആരും കാണാതെ രഹസ്യമായി പോയി അവിടെ ഇവിടെയും നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്ക് മൈക്ക് കിട്ടിയെങ്കിലേ പ്രാർത്ഥിക്കുവാൻ കഴിയത്തുള്ളൂ. നമുക്ക് ഉറക്കെ മാത്രമേ പ്രാർത്ഥിക്കാൻ അറിയത്തുള്ളൂ. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കണം. വീട്ടിൽ പ്രാർത്ഥിക്കാതെ നമുക്ക് സഭയിലൊന്നും വന്ന് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഇതൊന്നും ഇന്ന് വെളിയിലൊന്നും ചിലവാകുന്ന സംഗതികളല്ല. പക്ഷെങ്കിൽ ദൈവവചനം ഇതാ, നമ്മളെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നമ്മൾ രഹസ്യമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് വലിയ തിരക്ക് പിടിച്ച കാര്യമൊന്നുമില്ല. നമുക്ക് ഏത് സമയത്തും നമുക്ക് ചെയ്യാം. ഇരിക്കണമെന്നില്ല, നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ ഒരു സഭയിൽ ബ്രൂക്ലിൻ ചർച്ചിലോ അങ്ങാണ്ട് 2 സ്ത്രീകൾ ചർച്ചിൻ്റെ അവസ്ഥ മോശമായപ്പോൾ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് കുറേ നേരം ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. അവർക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്തതായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന സംഗതികളാണ്. ഈ പകൽക്കാലം ചിലപ്പോൾ നമുക്ക് വേദോസം വായിക്കാൻ കഴിയത്തില്ലായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരിക്കും. എങ്കിലും നമുക്ക് ദൈവത്തോട് നിലവിളിക്കുവാൻ നമുക്ക് കഴിയും. വി ക്യാൻ ക്രൈ ആൻഡ് ഷൗട്ട്. പകൽക്കാലം അതിന് നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ സന്തോഷിക്കുക. വീണ്ടും നമ്മൾ കാണുന്നത് സ്റ്റാൻഡ് ഫേം ഇൻ ഫെയ്ത്ത്. നമുക്ക് നിൽക്കാൻ കഴിയുന്നത് വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കണം. എഫേഷ്യൻസ് 6:11 പറയുന്നത് ദൈവത്തിൻ്റെ സർവായുധ വർഗം നമ്മൾ ധരിച്ചുകൊണ്ട് നിൽക്കണം. എന്തുവാ ദൈവത്തിൻ്റെ സർവായുധ വർഗം? ഇരുമ്പും താമ്രവും ഒന്നുമല്ല, ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചുകൊണ്ട് നിൽക്കണം. ദൈവവചനം നമ്മൾ ചവച്ചരച്ച് ഭക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ നമുക്ക് ധരിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. വേറെ ഒന്നും ലോകത്തിൽ യേശുവിനെ നമുക്ക് വെളിപ്പെടുന്നതായിട്ട് കാണുന്നില്ല. ദൈവം രഹസ്യത്തിലും വെളിപ്പാടിലും ദർശനത്തിലൊക്കെ നമുക്ക് വെളിപ്പെടാം. പക്ഷേ എങ്കിലും ദൈവവചനം തൻ്റെ ഹിതമെല്ലാം അറിയുന്നത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഈ പകൽക്കാലം അതറിയുവാൻ എല്ലാവരും ഉത്സാഹിക്കണമെന്ന് നമ്മളെ ദൈവവചനം ആഹ്വാനം ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ വായിക്കുന്നത് യോഹന്നാൻ 15:4 നമ്മൾ വായിക്കുന്നത് സ്റ്റാൻഡ് ഇൻ ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തിയിൽ നിലനിൽക്കണം. വീണ്ടും നമ്മൾ കാണുന്നത് സത്യത്തിൽ നമ്മൾ നിലനിൽക്കണം. സ്റ്റാൻഡ് ഇൻ ട്രൂത്ത്. പിന്നെ അടുത്തായി നമ്മൾ കാണുന്നത് സ്റ്റാൻഡ് അഗൈൻസ്റ്റ് ഈവിൾ. ദുഷ്ടതയ്ക്കെതിരായിട്ട് നമ്മൾ നിലകൊള്ളണം. അതാണ് നമ്മൾ ലോകത്തിനെതിരായിട്ട് നിലനിൽക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് ദൈവസഭയും ലോകവും തമ്മിലൊരു കോംപ്രമൈസിലാണ് പോകുന്നത്. നമ്മൾ വിചാരിക്കും അനേകർക്ക് പഠിത്തമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അവരെ പ്രസംഗിക്കുകയും ഇങ്ങനെ ന്യൂയോർക്ക് തൊട്ട് കാലിഫോർണിയ വരെ പ്രസംഗിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തോന്നും ഇത് നമ്മൾ ദൈവവചനത്തെയൊക്കെ നമ്മൾ വിശകലനം ചെയ്യാൻ, പ്രസംഗത്തെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുവാൻ നമുക്കില്ല. നമുക്ക് ഇവരെ ഒന്നും കുറ്റം പറയുവാൻ കാരണമില്ല. കാരണം ദൈവവചനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വായിലും നമ്മുടെ സമീപത്തും എല്ലാം ഇന്ന് നൽകപ്പെട്ടിരിക്കുക. ഇന്ന് ദൈവവചനം ഐപോഡിനകത്തും ഫോണിനകത്തും ഒക്കെയാണ്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലും വായിലും ആയിരിക്കണമെന്നാണ് നമ്മുടെ ദൈവവചനം, തിരുവചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഇന്ന് അതാ ഞാൻ പറഞ്ഞത്, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഓഫായാൽ ഇന്ന് ദൈവവചന ശുശ്രൂഷയും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ നിന്ന് പോകും. വീണ്ടും നമ്മൾ കാണുന്നത് ഇരിക്കുന്നത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നമുക്ക് എവിടെ ഇരിക്കുവാൻ കഴിയും? നമ്മൾ കാണുന്നത്, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 46-ാം അധ്യായത്തിലൊക്കെയാണെന്ന് തോന്നുന്നു, 42-ലൊക്കെ നമ്മൾ വായിക്കുന്നത് ജോസഫ് ഇരിക്കുന്നത് കാരാഗ്രഹത്തിലാണ്. പക്ഷെ അവിടെ ഇരിക്കുന്നത് യഹോവ അവനോട് കൂടെ ഇരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. നമുക്ക് ഈ പകൽക്കാലം ദൈവത്തോടു കൂടെ ഇരിക്കുവാൻ നമുക്ക് താല്പര്യമുണ്ടോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം. ദൈവത്തോടു കൂടെ നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ. ആവർത്തന പുസ്തകവും സംഖ്യാപുസ്തകവും ലേവ്യാപുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് എങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാമെന്നും നമുക്ക് എങ്ങനെ ദൈവത്തോടുകൂടെ വസിക്കാമെന്നുമാണ് കാണുന്നത്. യാഗം കഴിച്ച്
തന്നോട് നിയമം ചെയ്ത വിശുദ്ധന്മാരോടുകൂടെ ദൈവം വസിക്കുമെന്നാണ് നമ്മൾ അതിൻ്റെ ഒരു രത്നച്ചുരുക്കമായി ഞാൻ പറയുന്നത്. ഇത് വായിക്കണമെങ്കിൽ നമ്മൾ ലെവിയാപുസ്തകവും സംഖ്യാപുസ്തകവും ഒക്കെ നമ്മൾ വ്യക്തമായിട്ട് വായിക്കണം. ഇതൊക്കെ ദൈവം ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ച. കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പറഞ്ഞു, ഇസ്രായേലിനൊക്കെ ദൈവം തിരഞ്ഞെടുത്തത് ദൈവീക പ്രമാണങ്ങളെ അവർക്ക് കൊടുക്കുവാനാണ്. കൊടുത്തിട്ട് വേണം ദൈവത്തിന് അവരോട് കൂടെ നടക്കുവാൻ. അവരുടെ ദേവാലയത്തിൽ ദൈവത്തിന് ആദ്യം പ്രത്യക്ഷമാകണം. അത് കഴിഞ്ഞ് ഇന്ന് പുതിയ നിയമം വന്നപ്പോൾ, പുതിയ നിയമസഭയോട് വന്നപ്പം ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മളിൽ ഈ ദൈവം വസിക്കണമെങ്കിൽ വിശദീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ കഴിയത്തില്ല. നമുക്കറിയാം, യോബിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം, യോബിനെ പറ്റി ദൈവം പറയുന്നത് നിഷ്കളങ്കനായിരുന്നു, പാവമില്ലാത്തവെന്ന് പോലും ആ ദൈവം സാത്താനോടൊക്കെ പറയും. സാത്താനും ദൈവം എല്ലാം യോബിനെ പറ്റി സാക്ഷ്യം പറയുന്നത്. പക്ഷേ വേദോസം പറയുന്നത് എല്ലാവരും ദൈവദേശം നഷ്ടപ്പെട്ട് പാപികളാണെന്നാണ് ദൈവവചനം പറയുന്നത്. പിന്നെ യോബിന് എങ്ങനെ ഈ ഒരു സാക്ഷ്യം ലഭിക്കും? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? യോബിനറിയായിരുന്നു എങ്ങനെ തൻ്റെ പാപത്തെ കഴുകിക്കളയണം, എങ്ങനെ പാപപരിഹാരം ലഭിക്കുമെന്ന് യോബിനറിയായിരുന്നു. പകൽക്കാലം നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഇതാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. എങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് പാപത്തിന് പരിഹാരം ലഭിക്കുവാൻ കഴിയത്തുള്ളൂ. പാപത്തിൻ്റെ ഒരു അംശത്തിനൊന്നും ദൈവസന്നിധിയിൽ കടക്കുവാൻ കഴിയത്തില്ല. യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം എന്തുവാ പറയുന്നത്? സ്വർഗം പോലും അവൻ്റെ വിശുദ്ധിക്ക് പറ്റുന്ന സ്ഥലമല്ല. പിന്നെ നമുക്കെങ്ങനെ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുവാൻ കഴിയും? ബട്ട് വി ഹാവ് ഹോപ്പ്. നമുക്ക് പ്രത്യാശയുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ ഈ പകൽക്കാലം പ്രത്യാശയുണ്ട്. ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയും. അവിടെയാണ് വേറൊരു ദൈവത്തെ നമ്മൾ ധരിക്കേണ്ടതിൻ്റെ വേറൊരു ആവശ്യം. കാരണം പിതാവിന് വെളിപ്പെട്ടിരിക്കുന്നത് യേശുവിന് മാത്രം, ആ പിതാവിന് വെളിപ്പെട്ടിരിക്കുന്നു. നമ്മൾ യേശുവിലാണെങ്കിൽ മാത്രമേ നമുക്ക് പിതാവിനെ കാണുവാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജോസഫിനെയാണ് നമ്മളവിടെ കാണുന്നത്. ദൈവം കൂടിയിരിക്കുന്നത്, താനിരിക്കുന്നത് കാരാഗൃഹത്തിലാണേലും താനിരിക്കുന്നത് സ്വർഗ സ്ഥലത്തായിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൂടെയാണ് താനിരിക്കുന്നത്. ഈ പകൽക്കാലം അങ്ങനെ ഇരിക്കുവാൻ നമുക്കൊരു സന്നദ്ധതയുണ്ടോ? ഈ പകൽക്കാലം അങ്ങനെ തീരുവാൻ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതരാകണം. തൻ്റെ വല്യപ്പൻ സ്നേഹിതനായിരുന്നെന്നാണ് പറയുന്നത്. അത് തൻ്റെ കൊച്ചുമകളിലേക്കും വ്യാപിക്കുന്നതായിട്ട് നമുക്ക് കാണും. നമ്മൾ യോസഫിനെ നോക്കുമ്പോൾ യോസഫ് ഒരു പുണ്യപ്രവൃത്തിയും ഒരു വലിയ പ്രവൃത്തികളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ താൻ പാപം വിട്ടൊഴിഞ്ഞ് ഓടിയതായിട്ട് നാം കാണുന്നുണ്ട്. തൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടിട്ടും താൻ പാപം വിട്ടൊഴിഞ്ഞ് അതുകൊണ്ട് അതൊക്കെ തൻ്റെ വിശുദ്ധിയെ കാണിക്കുന്നതാണ്. ഈ പകൽക്കാലം ഈ ഒരു ഗ്രഹം, ഈ ഒരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ദൈവവചനത്തിന് ലോകത്തിൽ നിൽക്കുവാനും ഇരിക്കുവാനും ഒന്നും അധികം സമയമില്ല. പൗലോസ് പറയുന്നത് നമ്മളെല്ലാം ഓട്ടക്കളത്തിലാണ്. നമ്മുടെ ലോകത്തിൻ്റെ നിന്ന് പോയാൽ നമ്മുടെ മേത്ത് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളൊക്കെ പിടിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം ഓടിക്കണം. ബിരുദ് പ്രാപിക്കുന്ന ഒരാൾക്ക് മാത്രമേ അവൻ്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയത്തുള്ളൂ. ലോകത്തോട് നമ്മൾ ആദാമിനെയൊക്കെ സൃഷ്ടിച്ചിട്ട് ദൈവം പറയുന്നുണ്ട്, ഇതിന്മേലെല്ലാം നിങ്ങൾ ജയിക്കണം. അവസാനം വെളിപ്പാട് പുസ്തകത്തിലും സഭകളോടെല്ലാം പറയുന്നത്, ജയിക്കുന്നവന് എന്നോടുകൂടി ഇരിക്കുവാൻ കഴിയും, ഞാൻ കിരീടം കൊടുക്കുന്നത് ജയിക്കുന്നവനായിരിക്കും. നമ്മളിത് വളരെ നിസ്സാരമായിട്ട് ഇത് പകൽക്കാലം കാണരുത്. ഇതിനെയൊന്നും നമുക്ക് ജയിക്കണം. ദുഷ്ടശക്തികൾ മേലൊക്കെ, പൈശാചിക ശക്തികൾ മേലൊക്കെ നമുക്ക് ജയം പ്രാപിക്കണം ഈ പകൽക്കാലം. അതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിന്മേലുള്ള ചിന്തകൾ, ധ്യാനം. എൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. വേദപുസ്തകത്തിൽ വൃക്ഷത്തിന് അനേക പ്രാധാന്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം എല്ലാം വായിച്ചാൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കും, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, യേശു ഒരിക്കൽ വിശന്നിട്ടൊരു അത്തിയുടെ ചുവട്ടിലേക്ക് ചെല്ലുമ്പോൾ അതിങ്ങനെ ഇല പിടിച്ച് മാത്രമേ ഇരിക്കുന്നുള്ളൂ, ഫലം ഒന്നും കായ്ക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. ഉടനെ യേശു അതിനെ ശപിച്ച് അത് ഉണങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ടത് അതിൻ്റെ സീസൺ അല്ലായിരുന്നു, എന്നിട്ടും യേശു അതിനെ ശപിച്ചു. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നട്ടിരിക്കുന്നത് നമ്മുടെ ദൈവമാണ്. അവൻ ഏത് സമയത്ത് വന്നും ഫലം ചോദിക്കാം. രാത്രിയിലോ അർദ്ധരാത്രിയിലോ പകലോ ഏത് സമയത്ത് വന്ന് വേണമെങ്കിലും ഫലം ചോദിക്കാം.
നമ്മൾ ഏത് സമയത്തും ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. നമ്മൾ എസെക്കിയേലിൻ്റെ പുസ്തകം 37 വെളിപ്പാട് പുസ്തകം 22 1 2 നമ്മൾ വായിക്കുന്നുണ്ട്. നദിക്ക് അക്കരെ വിക്കരെ നിൽക്കുന്ന വൃക്ഷങ്ങളെല്ലാം എപ്പോഴും ഫലം കായ്ച്ചു നിൽക്കുന്ന വൃക്ഷങ്ങളെയാണ് നമ്മൾ കാണുന്നവിടെ. ഇതേ ഒരു ചിന്തയാണ് ഇന്ന് ദൈവം നമ്മളെ പറ്റിയും ആഗ്രഹിക്കുന്നത്. ഫലം കായ്ക്കുന്നവരാകണം. നമ്മുടെ ഇവിടെ വന്നവർ സൗഖ്യം പ്രാപിക്കണം. നമ്മൾ ഫലം കായ്ക്കണമെങ്കിൽ നമ്മളും ഫലം കായ്ക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മൾ ഫലം കായ്ക്കണം. ദൈവത്തിങ്കിലേക്ക് അനേകരെ ആദായപ്പെടുത്തുന്നവരായി നമ്മൾ മാറണം. നമ്മൾ ഫലം പുറപ്പെടുവിക്കണം. ഇതെല്ലാം ഈ പകൽക്കാലം സാധ്യമാകണം. ദൈവവചനം അത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ്. വിശ്വാസം വരുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് കേൾക്കണം. അലക്സിൽ നിന്ന് കേട്ടോണ്ട് വലിയ പ്രയോജനമില്ല. പക്ഷെ ദൈവവചനം നമ്മൾ കേൾക്കണം. പൗലോസ് പറയുന്നത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് കഴിയത്തുള്ളൂ. ഹൃദയത്തെ ദൈവം തുറക്കണം ഈ പകൽക്കാലം. ലുദിയയുടെ ഹൃദയം ദൈവം തുറന്ന് അവിടെ സഭയൊക്കെ സ്ഥാപിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. സുവിശേഷം കേൾക്കുവാനൊക്കെ ലുദിയയുടെ ഹൃദയം തുറന്നെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ പകൽക്കാലം കഠിനമായിരിക്കുന്ന ഹൃദയങ്ങളെയൊക്കെ ദൈവം തുറക്കണം. ദൈവവചനം അത് സാധിക്കും. ദൈവവചനത്തിന് ഇരുവായത്തിലുള്ള വാളെന്നാണ് അത് വേദപുസ്തകം പറയുന്നത്. അസ്ഥികളെയും സദ്യപഞ്ചകളെല്ലാം തുളച്ച് ചെല്ലുവാൻ കഴിയും. ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. കാറ്റ്, ഇതിനെപ്പറ്റിയാണ് ഞാൻ അല്പസമയം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാറ്റ് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളൊന്നും ശരിക്കും കാറ്റ് കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാറ്റ് കണ്ട്, ചൈനയിലടിച്ച കാറ്റ് 160 മൈൽ സ്പീഡിലാണ് കാറ്റിൻ്റെ വേഗത. ഒരുമാതിരിപ്പെട്ടവരൊക്കെ കാറ്റത്ത് പറന്നുപോയി. അവർ വാൺ ചെയ്തു, എനിബഡി ഹു ഈസ് ലെസ് ദാൻ 50 kilos or pounds, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഔട്ട്, സ്റ്റേ ഇൻസൈഡ്. പറന്നു പോകുന്ന പടം യൂട്യൂബിലൂടെ കിടപ്പുണ്ട്, വേണമെങ്കിൽ നമുക്ക് കാണാം. പിന്നെ വേറൊരു കാറ്റ് ഞാൻ കണ്ടു, അലബാമയിലടിച്ചത്. അലബാമയിലൊക്കെ നമ്മുടെ ജോൺ പാസ്റ്ററൊക്കെ ഇടയ്ക്ക് പോകാറുള്ളതാണ്. ഒരു സ്കൂൾ ബസ് 20,000 pounds 30,000 pounds ഉള്ള സ്കൂൾ ബസ് രണ്ടാമത്തെ നിലയുടെ മണ്ടയ്ക്ക് എടുത്ത് വെച്ചിരിക്കുന്നു. 200 മീറ്റർ 300 മീറ്റർ വലിച്ചിട്ട് അതിനെ പറപ്പിച്ച് മൂന്നാമത്തെ നിലയുടെ മണ്ടയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുന്ന കാറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ കാറ്റ് വലിയ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഈ ആൾക്കാരുടെ ജീവിതത്തിലെല്ലാം ഓരോ കാറ്റുകൾ പല സമയത്ത് അടിച്ചായിട്ട് നാം കാണുന്നുണ്ട്. 75 വയസ്സായപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ്, നീ സകലവും വിട്ടിട്ട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ. അന്ന് മുതൽ കാറ്റടി തുടങ്ങിയതാണ്. അവസാനം അത് തന്നെ മോറിയ മലയിലാണ് എത്തിച്ചത്. പറഞ്ഞു, തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം അത് കേട്ട് അനുസരിപ്പാനിടയായി. ദൈവീക സമാധാനം നമ്മളവിടെ കാണുന്നുണ്ട്. ഈ കാറ്റിനകത്ത് ദുഷ്ടനെ കാറ്റ് പാറ്റി അതുപോലെ കളയുമ്പോൾ ഒരു നീതിമാനെ കാറ്റിനകത്ത് ദൈവം പരിപാലിക്കുന്നത് നമ്മൾ കാണുന്നത്. കാറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയുണ്ട് വേദോസ്തത്തിൽ, കഴുകൻ. സാധാരണഗതിയിൽ 30 മൈൽ സ്പീഡിലൊക്കെ പറക്കത്തുള്ളൂ. കാറ്റ് വരുവാന്ന് ഇത് 120 മൈൽ സ്പീഡിൽ ഇത് പറക്കും. അത് കാറ്റിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമെന്നാണ് പറയുന്നത്. കാറ്റ് വരുമ്പം അതിന് പറക്കണ്ട, ചിറക് പിടിച്ചു കൊടുത്താൽ മതി, അതത്രയ്ക്ക് ഉയരങ്ങളിൽ പോകും. ദൈവമക്കളെല്ലാം വേദപുസ്തകം പറയുമ്പോൾ അബ്രഹാമിനെ കൂടാതെ വേദപുസ്തകത്തിൽ നമുക്കൊന്നും പറയുവാൻ കഴിയത്തില്ല. യേശുവിനെ പറ്റി പറയണമെങ്കിൽ നമ്മൾ അബ്രഹാമിൽ നിന്ന് ജനിച്ച് ഇശായിയുടെ മകനായ ദാവീദിൽ കൂടെ വന്നെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അബ്രഹാമിനെ കൂടാതെ ഒരു വേദപുസ്തകം നമുക്ക് പറയുവാൻ കഴിയത്തില്ല. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം പലപ്പോഴും കാറ്റടിച്ചിട്ടുണ്ട്. ഈ അതിനകത്തെല്ലാം ദൈവം അബ്രഹാമിനെ സന്ദർശിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഈ കാറ്റിനകത്തോട് നാം കടന്നു പോയാൽ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ കാറ്റിൽ നിന്ന് ചാടിപ്പോകും. നമ്മളൊരു കാറ്റടിച്ചാൽ ഉടനെ നമ്മൾ റാന്നിയിരിക്കുന്ന പാസ്റ്ററേയും സഭയിലെ പാസ്റ്ററേയും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥനാവിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ച് നമുക്ക് എങ്ങനെങ്കിലും ഈ കാറ്റിനകത്തു നിന്ന് വെളിയിൽ വരണമെന്നാണ് നമ്മുടെ ചിന്ത. അവസാനമായിരിക്കും ദൈവം അറിയുന്നത് നമ്മുടെ വിഷയം. കാരണം സകല പാസ്റ്റേഴ്സും സകല വിശ്വാസികളും അറിഞ്ഞിട്ടേ ദൈവം ഈ വിഷയം അറിയത്തുള്ളൂ. പക്ഷേ ദൈവം ഒരിക്കലും ഒരു സെക്കൻഡ് പ്ലേസ് ഒന്നും എടുത്ത് ഒരു കാര്യത്തിന്മേലും പ്രവർത്തിക്കത്തില്ല. ദൈവം എവിടെ പ്രത്യക്ഷപ്പെട്ടാലും സകലരും ഇരിക്കുന്നതിൻ്റെ നടുക്ക്, മുറിയുടെ നടുക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു യേശുവിനെയാണ് നാം കാണുന്നത്. നമ്മുടെ വിഷയങ്ങൾ ഏത് വിഷയമാണെങ്കിലും നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഈ മദേഴ്സ് ഡേയും ഫാദേഴ്സ് ഡേയും ഒക്കെ നമ്മൾ കേട്ടു. എനിക്കറിയാം പല മദേഴ്സും ഒക്കെ മക്കളെ പറ്റിയൊക്കെ ദുഃഖിച്ച് അവരതിൻ്റെ ഒരു കാറ്റിനകത്തായി ഇരിക്കുന്നത്.
ഈ പകൽക്കാലം നമ്മുടെ വിഷയങ്ങളൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ എടുത്തുകൊണ്ട് പോകാൻ കഴിയും. അതിനുവേണ്ടി പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവത്തെയായി ഈ വേദപുസ്തകത്തിൽ മുഴുവൻ നാം കാണുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. നമുക്കറിയാം, ജോസഫിൻ്റെ ജീവിതത്തിൽ ഒരു കാറ്റടിച്ചു. 13 വയസ്സിലോ 17 വയസ്സിലോ ഒരു കാറ്റടി തുടങ്ങിയതാണ്. 30 വയസ്സ് വരെ കാറ്റടിച്ചുകൊണ്ടിരുന്നു. പൊട്ടക്കിണർ, ആ കാറ്റടിച്ച് അടുത്ത കാറ്റടിച്ചത് കാരാഗ്രഹം, വീണ്ടും കാരാഗ്രഹം, ഇങ്ങനെ അനേക പ്രാവശ്യം, അനേക വർഷം, 13 വർഷത്തോളം അതിലധികം താൻ ഈ കാറ്റിനകത്തൂടെ കടന്നു പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം കൂടെ ഇരിക്കുന്ന ഒരു ദൈവത്തെയും നാം കാണുന്നുണ്ട്. ഒരിക്കലും നീതിമാൻ തകർന്നു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ദൈവത്തോടു കൂടെ ഇരിക്കുന്നിടത്തോളം കാലം. പലപ്പോഴും നമ്മൾ ദൈവത്തെ വിട്ടു പോകാറുണ്ട്. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അവിടെ ദൈവത്തിൻ്റെ പ്രോമിസ് ഈ കാറ്റിനകത്താണ് നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് നോഹയുടെ സമയത്ത് നമുക്കറിയാം, ഏറ്റവും വലിയ വെള്ളം പൊങ്ങി ലോകത്തെ മുഴുവൻ നശിപ്പിച്ച വെള്ളപ്പൊക്കമാണ്. ഒരു കാറ്റടിച്ച് ഈ മഴയും വെള്ളപ്പൊക്കത്തെ എല്ലാം ദൈവം നിർത്തി തൻ്റെ പർവ്വതത്തെ അവിടെ ഉറച്ചു നിൽക്കുമാറാക്കിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. അരാരാത് പർവ്വതത്തിൽ ഈ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് കാനാവിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അവിടെ ഒരു കാറ്റടിച്ചു. അവർ 3 വർഷം കൊണ്ട് കരുതി വെച്ചിരുന്ന വീഞ്ഞ് മുഴുവൻ കിണറ്റിലേക്ക് ഒഴുകിപ്പോയി. ആ വീട്ടുകാരൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. നമുക്കത് കഥയായിട്ടാണ് തോന്നുന്നത്, പക്ഷേ കഥയ്ക്കുള്ളിൽ വലിയ കാര്യമുണ്ട്. നാണം കെട്ട് നാശമായി, അവർക്ക് നിലനിൽപ്പാൻ കഴിയാതെ വണ്ണം ആ കാറ്റ് അവരെ തകർത്ത് കളഞ്ഞു. പക്ഷേ ഭാഗ്യത്തിന് യേശുവിനെയും അമ്മയെയും തൻ്റെ ശിഷ്യന്മാരെ എല്ലാം യേശു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പേ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ പറഞ്ഞു, യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചാൽ മതി. ഒക്കെ വലിയ വിവാദമായ വാക്കുകൾ. ഞാൻ അവിടേക്കൊന്നും ഈ പകൽക്കാലം പോകുന്നില്ല. പക്ഷെ യേശു പറഞ്ഞു, ജസ്റ്റ് വെള്ളം നിറച്ചാൽ മതി, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളെ കാറ്റിൽ നിന്ന് ഇപ്പം നിങ്ങൾ കാറ്റ് കഴിഞ്ഞ് നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് ഇപ്പം പോകുമായിരിക്കും എന്ന് പറഞ്ഞു. അവരങ്ങനെ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ട ചരിത്രം നമുക്കറിയാം. വീണ്ടും നമുക്കറിയാം, ഒരു കാറ്റടിച്ചു പത്രോസിൻ്റെ സമയത്ത്. പത്രോസിൻ്റെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറ്റടിച്ചു. ഉള്ള മീൻ മുഴുവൻ കടലിന് നടുക്കേക്ക് പോയി. ഉടനെ യേശു അവിടെ പ്രത്യക്ഷമായി. യേശു ചോദിക്കുന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കിട്ടി? ഒന്നും കിട്ടിയില്ലെന്ന് ദൈവസന്നിധിയിൽ സമ്മതിച്ചപ്പം യേശുവിൻ്റെ ഒരു വാക്കിന് ആ കാറ്റത്ത് പോയ നഷ്ടപ്പെട്ട മീനുകൾ മുഴുവൻ തിരിച്ചു വരുവാനിടയായി. അതുവരെ പിടിച്ചിട്ടില്ലാത്ത, ലോകത്തിൽ ആരും പിടിച്ചിട്ടില്ലാത്തൊരു മീൻപിടുത്തം തനിക്ക് വേണ്ടി ദൈവം ഒരുക്കി. എല്ലാം ഈ കാറ്റിനകത്തൂടെ പോയി പ്രതിസന്ധികളിലാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും കാറ്റിനകത്തൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ അവർക്ക് മുട്ടുമടക്കുവാൻ ഈ പകൽക്കാലം കഴിയണം. ഏത് പ്രശ്നത്തെയും, എത്ര വലിയ നഷ്ടമാണേലും എത്ര വലിയ കാറ്റാണേലും അതിനെല്ലാം മടക്കി തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയത്തെ തിരിച്ചു വരുവാൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ സമയത്തെ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് മടക്കി തരുവാൻ കഴിയും. അവന് കടക്ക് പോകാൻ ഇന്ന് ഹോം ഡിപ്പോയിൽ പോയി തടി വാങ്ങിക്കുകയോ ഗ്രോസറി സ്റ്റോറിൽ പോയി ബ്രെഡ് വാങ്ങിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ്റെ ഒരു വാക്കിന് നമ്മൾ വലയിറക്കുമെങ്കിൽ നമ്മളെ സാധിക്കും. പക്ഷെ വലയിറക്കുവാനുള്ള സന്നദ്ധത, ഒരു സമ്മതിക്കുവാനൊരു സന്നദ്ധത ഈ പകൽക്കാലം നമുക്കുണ്ടാകണമെന്നാണ് ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ഈ കാറ്റിനകത്ത് പ്രോമിസ് ഉണ്ട്, ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പവറുണ്ട്, സമാധാനമുണ്ട്, പീസുണ്ട് ആൻഡ് പ്രൊവിഷൻ. നമുക്കറിയാം ദൈവത്തിൻ്റെ കരുതൽ ഈ കാറ്റിനകത്തും വെളിപ്പെടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദുഷ്ടനെ നശിപ്പിക്കുന്ന കാറ്റ് നീതിമാനെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നുണ്ട്. ഏത് നഷ്ടത്തെയും, ഏത് ശാപമെന്ന് നമ്മൾ പറയുന്ന സംഗതിയെയും ദൈവത്തിന് അനുഗ്രഹമാക്കി തീർക്കുവാൻ കഴിയും. മ്യൂസിക് ടീമിനെ മുമ്പോട്ട് കടന്നു വന്നാൽ നിർത്താൻ പോവുകയാണ്. ഈ പകൽക്കാലം ഈ ഒരു ദൈവചിന്ത നമ്മളെ ഭരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞാൻ വേറൊരാളിനോടും സുവിശേഷം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇപ്പം എനിക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല, ആവശ്യം വരുമ്പോൾ നമുക്ക് ദൈവത്തെ വിളിക്കാം. എൻ്റെ അടുത്തൊരു സ്നേഹിതനാണ് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ ഞങ്ങളുടെ പരിചയത്തിലുണ്ട്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനൊരു വലിയ അസുഖമുണ്ട്. അദ്ദേഹത്തോടും പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇച്ചിരി കഴിയട്ടെ, ഡോക്ടർമാരെയൊക്കെ നോക്കട്ടെ, ഡോക്ടർ ദിവസവും പറയുന്നുണ്ട് ഇത് കൂടുന്നതല്ലാതെ കുറയുന്നില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്. എങ്കിലും ഈ ദൈവത്തെ അന്വേഷിക്കുവാൻ ഇവർക്ക് ഈ കാറ്റിൻ്റെ മധ്യത്തിൽ അവർക്ക് കഴിയുന്നില്ല. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്നവരും എന്നെ കേൾക്കുന്നവരും
ദൈവത്തെ അന്വേഷിക്കുവാൻ, ജാഗ്രതയോടെ അന്വേഷിക്കുവാൻ ഉത്സാഹിക്കണം. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞ് അതിൻ്റെ പ്രമാണം ഏൽപ്പിച്ചിരിക്കുക, ഇത് ചെയ്യണം. ഇസ്രായേൽ മക്കളും ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ഞങ്ങൾക്ക് എന്തോ ആ പ്രത്യേകത, ഞങ്ങൾക്ക് 2 കൊമ്പുണ്ടോ, ഞങ്ങൾ എന്തിനാണ് ഈ ദൈവം ഇങ്ങനെ സ്നേഹിക്കുന്നെന്ന് പറയുന്നത്? ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുക. ദൈവത്തെ അറിയുവാൻ, അവരോട് കൂടെ ദൈവം വസിക്കുവാൻ. നമുക്കറിയാം, ശലോമോൻ പണിതിരുന്ന ദേവാലയത്തിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുവാൻ ഇടയായി. ഈ പകൽക്കാലവും ദൈവീക തേജസ് നമ്മൾ കാണുവാൻ, ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.